ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ മഹാഭാഗവതം ദശമസ്കന്ധം വത്സസ്തേയം. ഹരേ. എന്തെടോ വിധാതാവേ നിന്നുടെ മനക്കാമ്പിലെന്തു തോന്നിയതെന്നോട്, ഏതുമൊന്നറിയാതെ സഞ്ചരിച്ചിവിടെ നിന്നഞ്ചാതെ കളിച്ചിടും ചഞ്ചലാത്മാവാം ബാലനഗതി തന്നോടേവം വഞ്ചതി കാട്ടിടുവാൻ. എന്നോടൊന്നിച്ചു പോന്ന കുഞ്ചുകളെയും പശുക്കളെയും കൂടാതെ ഞാൻ മണ്ടിപ്പോയി ചെല്ലുന്നേരം അമ്പാടി തന്നിലുള്ളോരിണ്ടൽ പൂണ്ടഴൽവതും എന്നെ കോലെടുത്തമ്മ സമ്പ്രതി ദണ്ഡിച്ചു ബന്ധിച്ചു തല്ലിയിടുന്നതും സംഭ്രമോദേന കണ്ടുകൊള്ളാമെന്നല്ലീ നീ ചിന്തിച്ചതതിന് എനിക്കീശ്വരൻ തുണയല്ലോ. ചിന്തിച്ചിലൊരു ദോഷമാരോടുമേതും ഞാനോ വൻവരാം വൃദ്ധന്മാരായുള്ള സമ്പ്രദായികൾ അൻപുകൂടാതെ തുലോം ബാലകന്മാരോടേവം വൻകളി തുടങ്ങിയാൽ അന്ധരാം കുമാരന്മാർ ശങ്കിച്ചു നിൽക്കേണ്ടവർ എന്തു ചെയ്യുവതു പിന്നെ? സങ്കടമതുകൊണ്ടില്ലാർക്കുമെന്നതുമെന്നാൽ പങ്കജാസന ഭവാൻ സന്തോഷിച്ചാലും മേന്മേൽ നിങ്കളിക്കളിക്കയാലെൻകളി കളിപ്പതിനങ്കുരിച്ചതു മഹാവൈഭവമെനിക്കേറ്റം. തൽപ്രസാദത്തെ കണ്ടിട്ടുൾപ്രസാദത്വം പൂണ്ടു നിൽപ്പൊരു ഭവാനുള്ള ദർപ്പങ്ങളെല്ലാം തീർന്നു. ഭക്തി ചേർന്നെഴും തവ ഭക്തി വിശ്വാസം കണ്ടു ഭക്തവത്സലനായ ഞാനേറ്റം പ്രസാദിച്ചേൻ. ചിത്താപേക്ഷകൾ ഭവാൻ എന്തെന്നാൽ അവയെല്ലാം ഒത്തവണ്ണമേ ഭവിക്കെന്നനുഗ്രഹിക്കുന്നേൻ. ഭദ്രാംഗിയായുള്ളൊരു വിദ്യയോടൊരുമിച്ചു വിദ്യാഭ്യാസവും ചെയ്തു മദ്രൂപധ്യാനത്തെയും ചിദ്രൂപത്തിങ്കൽ സമർപ്പിച്ചുകൊണ്ട് ആനന്ദനായി വിദ്രുതമരസാതെ സത്യലോകം പ്രാപിച്ചു സൃഷ്ടിവേലയും ചെയ്തു തുഷ്ടനായിരുന്നാലും സ്രഷ്ടാവേ ഭവാനു മന്മായ വൈഭവം കൊണ്ടു ബദ്ധപ്പാടുണ്ടായതു കുറ്റമല്ലേതും നിന്റെ ബദ്ധപ്പാടുണ്ടാകായ്വാനായി അനുഗ്രഹിക്കുന്നേൻ. സിദ്ധിക്കുമിനി സർവസിദ്ധികൾ ഭവാനെല്ലാം പോയാലും ഇനിയെങ്കിൽ എന്നു അയച്ചായർകോൻ മകൻ നിൽക്കുന്ന നേരത്തു വിരിഞ്ചനും പാദതാരിണകളിൽ വീണുടൻ നമസ്കരിച്ച അതിനായകൻ തന്നെ ധ്യാനിച്ചു പിരിയാതെ ബാലപ്പെൺമണവാളൻ പോയി നിജാലയം പ്രാപിച്ചാലംബിച്ചിരുന്നരുളിടിനാൻ സഭാന്തരെ. ഗോകുലത്തെയും ബാലന്മാരെയും കണ്ടുകൊണ്ടു ശ്രീകൃഷ്ണൻ നദീതീരത്തോരാണ്ടായപ്പോൾ ചെന്നാൻ. ബാലകന്മാരകതാരിലറിഞ്ഞിലേ ഏകക്ഷണകാലം നാഥനെ കാണാഞ്ഞാൽ ഒരു സംവത്സരം പോലെ തോന്നിയിടും അവർക്ക്. ഏകവത്സരം ചെന്ന കാലമങ്ങൊരു മാത്രാകാലമെന്നതുപോലെ മാനസേ തോന്നിക്കൊണ്ടതെന്തൊരത്ഭുതം. സർവമാനസ വിമോഹിനിയല്ലയോ മഹാമായ. താനവൾ തന്നിൽ ഭ്രമിച്ച ആനന്ദപരവശലീനനായി മറഞ്ഞു നിന്നിടിനാൻ ജഗന്മയൻ. താനുമെന്നതിൽ പരമിങ്ങനെ മുന്നം ഞങ്ങൾ ആനന്ദം കലർന്നുണ്ണുന്നേരത്തു പിരിഞ്ഞൊരു മാധവൻ തന്നെ കണ്ടുണ്ടായ സംഭ്രമത്തോടും മാധികളൊഴിഞ്ഞുടനാനന്ദം വളർന്നെഴും ചേതസ കുമാരന്മാർ ചൊല്ലിനാർ. എടോ സഖേ പൂതനാരാധേ, നിമിഷാർത്ഥമാത്രേണ ഭവാൻ കാലികളെയും കണ്ടുകൊണ്ടു വന്നതുകൊണ്ടിക്കാലം ഊണിനു സുഖമായതു നമുക്കെല്ലാം. നീ പശുക്കളെ തിരഞ്ഞങ്ങു പോയുടനിങ്ങു താപങ്ങളൊഴിച്ചു വന്നിടുന്ന കാലം പാർത്തു കേവലം ഏകഗ്രാസമുണ്ടീല വയം പുനരാവിർമോദേന നാം എല്ലാരുമായിരുന്നിനി സാദരമുണ്ടിടുക. നീ മുന്നമിടം കയ്യിലാദരാൽ വഹിച്ചുള്ളോരോദനത്തിനുമേതും ഭാരമൊരു അഴിവുണ്ടായിപ്പോയില്ല. പശുക്കളെ പാലിൽ അന്വേഷിക്കയാൽ എല്ലാവരും ഒരുപോലെ. ഗോപാലകുലജാതന്മാരവർ ചൊല്ലുകേട്ടു ഗോപാലാധിപസുതനാകിയ ജഗൽപതി മായാവൈഭവമോർത്തു മന്ദഹാസവും കലർന്നായന്മാരായ കുമാരന്മാരോടൊരുമിച്ചു ശേഷമുണ്ടെല്ലാരുമായിരുന്ന അഖില സന്തോഷേണ കരമുഖക്ഷാളനങ്ങളും ചെയ്തു ഗോകുലം പരിചോടുമേഞ്ഞു നിൽപ്പവറ്റിനുമാകുലമൊഴിച്ചു
പാനീയവും നൽകിച്ചമ്മേ മാടിച്ചേർത്തൊരുമിച്ചു. സായാഹ്നകാലത്തിങ്കൽ കൂടസ്ഥനഖില ലോകേശ്വരൻ അമ്പാടിക്കു പോകേണം. ഇനി നാം എല്ലാവരുമായി ഇടചേർന്നു പോകുമ്പോൾ സഖികൾക്കു ദാനവനഖഞ്ചത്തു പാരതിൽ മല പോലെ കിടക്കും ശവത്തെയും പാരാതെ കാട്ടിക്കൊടുത്താരൂഢാനന്ദത്തോടെ മായാജാതങ്ങളോടും തൽസഖകുലത്തോടും മായാമാനുഷൻ ഒരുമിച്ചുടൻ നടക്കുമ്പോൾ കോലപ്പൂങ്കുഴലുകൾ കൊമ്പുകൾ അവയെല്ലാം ബാലന്മാരവരവർ മേളിച്ചു വിളിക്കയും കാലികൾ തെളിക്കയും ആർക്കയും കളിക്കയും ആലയമടുത്തു ചെല്ലുന്തോറും മേന്മേലേറ്റം മേളമിങ്ങെനിക്കു ചൊല്ലാവതല്ലെല്ലാവരും ചീളെന്നു തത്തത്കാലി വൃന്ദങ്ങളോടും ചേർന്നു വീടുകൾ തോറും പ്രാപിച്ചിടുമ്പോൾ വ്രജൗകസാമുടെ വാച്ചെഴും സുഖം എങ്ങനെ ചൊല്ലിയിടുന്നു. കാലമോരാണ്ടു കഴിഞ്ഞിങ്ങനെ കാണായി വന്നു ബാലന്മാരെയും കാലിജാലങ്ങളെയും കണ്ടാൽ മേലെ വർദ്ധിക്കും സുഖം ഉണ്ടല്ലോ പുനരതിന്മേലെ. മാധവൻ തന്നാൽ നിർമ്മിതങ്ങളായുള്ള കാലികളെയും ബാലന്മാരെയും ഒരുപോലെ കാലേ കണ്ടുണ്ടായി വന്ന സന്തോഷം വലുതല്ലോ. ബാലപ്പെൺമൃഗാക്ഷികളെല്ലാവരും നിജ ബാലന്മാർ തമ്മെ കണ്ടു ചേർത്തു ചേർത്താശ്ലേഷിച്ചു മേളിച്ചു കുളിപ്പിച്ചു ലാളിച്ച അംഗങ്ങൾ മുന്നേക്കാൾ ഏറ്റം അലങ്കരിപ്പിച്ചുടൻ ഭുജിപ്പിച്ചു നീളവേ മഹോത്സവം തേടിനാർ. പശുക്കളും മേളം ഉൾക്കൊണ്ടു വിളങ്ങിടിനാർ ഗോഷ്ഠങ്ങളിൽ. ലീലയാ മുന്നം കൃഷ്ണനോടൊരുമിച്ചു നിൽക്കും ബാലന്മാരവർ പെരുമ്പാമ്പായോരഹൻ തന്നെ മാധവൻ ഇന്നു കൊന്നാൻ എന്നുടനായന്മാരോടാധികളൊഴിഞ്ഞറിയിച്ചു കേട്ടോടിച്ചെന്നു കാണുമ്പോൾ ഓരാണ്ടായതു മൂലം അന്നാനായന്മാർക്കു ദിനവത്സര ഭ്രമം പൂണ്ടു. മാനസേ സന്ദേഹമുണ്ടായതിനവകാശം മാനവശിഖാമണേ കേൾക്ക. കൗമാരോദന്തം പൗഗണ്ഡത്തിങ്കലറിയിച്ചതിൻ നിമിത്തവും ആകുന്നതു തന്നെ കേവലമറികടോ. സാനന്ദം ശുഗനേവം ചൊന്നളവതു കേട്ട അത്യാനന്ദം വളർന്നെഴും ഭൂപതി താനും ചൊന്നാൻ നിന്തിരുവടിയുടെ വചനാമൃതം നുകർന്നന്തരാത്മനി വളർന്നുള്ള ചഞ്ചല വിഷം മണ്ടിപ്പോയകന്നുള്ള കുണ്ഠതകളും തീർന്നു കൊണ്ടാടിക്കൊണ്ടുണ്ടൊന്നു ഞാൻ ഇന്നു ചോദിക്കുന്നു. എന്തു കാരണം? ഗോപാലാങ്കനമാർക്കും ബഹുപംക്തികൾ തോറും വിളങ്ങിയിടിന പശുക്കൾക്കും സന്തതിജാലങ്ങളിൽ ഏറെ മാധവൻ തന്നാലന്തരാ നിർമ്മിച്ചുള്ള കൃത്രിമജാതങ്ങളിൽ സന്തോഷ സ്നേഹാദികൾ അത്യന്തമേറ്റം പ്രതിസന്ധിച്ചിടുവാൻ അവകാശമെന്നതും മമ ചിന്താ സംശയം തീരുമാറരുൾ ചെയ്തിടേണം നിന്തിരുവടി എന്നു കേട്ടു പുഞ്ചിരി പൂണ്ടു ചഞ്ചലം നൃപനുള്ളിലുണ്ടായി വന്നതും തീർത്തു ചെഞ്ചമ്മേ തെളിഞ്ഞരുളി ചെയ്തു കേട്ടാലും നീ. സന്തതം ജന്തുക്കൾക്കു സർവാർത്ഥകരണങ്ങൾ അന്തരാത്മാനന്ദ സമ്പൂർണത്തിനുള്ളോന്നല്ലോ നിങ്കൽ നീ നിരൂപിച്ചു കണ്ടാലും ആത്മാവിനെ തങ്കലാം മാറുഭരിച്ചിടുവാനായിക്കൊണ്ടേവം സർവപ്രാണികളും ജീവിച്ചുണർന്നിരിക്കുന്നു. സർവാർത്ഥങ്ങളും ആത്മാർത്ഥങ്ങളായുള്ളോന്നത്രേ. ആത്മാവിനധിവസിച്ചിടുവാൻ തന്നെ നൂനം വായ്പഴും ശരീരങ്ങൾ വേണ്ടി വന്നിരിക്കുന്നു. അങ്ങനെയുള്ള ശരീരസ്നേഹം ശരീരികൾക്കെങ്ങനെയുള്ളോന്നെന്നോ ഞാൻ പറയേണ്ടയല്ലോ. അപ്പോഴോ ശരീരത്താലൊട്ടുപേക്ഷിച്ചെങ്കിലും ഈ പ്രാണികുലം ആത്മകുലത്തെ രക്ഷിക്കുന്നു. തൽപ്രകാരേണ ബഹുസ്നേഹവാത്സല്യം ചേർന്നു നിൽപ്പിതാത്മാവജ്ജകൽപാലകൻ നാരായണൻ ചിൽപ്പുമാൻ കൃഷ്ണൻ തന്നെ സർവേഷാങ്കില്ലേതും അപ്പരമാത്മാവു താൻ തന്നെ. കൃത്രിമങ്ങളായി നിശേഷം ചമഞ്ഞതെന്നാൽ സ്നേഹമുണ്ടാമല്ലോ വിശ്വേശ മഹാമായയ്ക്കെന്ത് അരുതാതെയുള്ളൂ. നിർഗുണന്മായ ജഗത്തുൾക്കമലത്തിൽ ചേർത്തു സദ്ഗുണമനുസരിച്ച് അഖിലാത്മകസ്വതാവിത്തായ ജഗന്മയൻ തൽപാദ അംബുജം ചേർന്നു സത്താമാത്രകം ഭജിച്ചിടുകിലവനപ്പോൾ ചെറ്റു വൈഷമ്യമെന്നേ വൻപിഴും ഭവാംബുധി കറ്റുകാൽ കുളമ്പിനു തുല്യമായി കടന്നിടാം. സ്വപ്നത്തിൽ പോലും വിഷ്ണുഭക്തിയില്ല ഞാനവനെപ്പോഴും സംസാരവാരാംബുധൗ കിടന്നേറ്റം ദുഃഖിച്ചു വലഞ്ഞിടും. തത്തീരമണയാതെ ദുഷ്കർമ്മവശാൽ ആത്മാനുഗ്രഹമില്ലായകയാൽ സർവാത്മാവായ ഭഗവത്പാദാംബുജം ഉള്ളിൽ ഗർവങ്ങളകുന്ന
ഓരോ നാളൊരു നേരം പോലും സർവസംഘങ്ങളൊഴിഞ്ഞാൽ മനി ചിന്തിക്കിലോ സർവസങ്കടം തീരും. സംശയമുണ്ടാകേണ്ട, സർവലോകേശൻ കൃപയുണ്ടാകിലൊഴിഞ്ഞിതു നിർവഹിപ്പതിനെളുതല്ല. കേളടോ സഖേ, സർവനായകൻ പ്രസാദിക്കേണമെന്നാകിലോ സർവകർമ്മങ്ങൾ തങ്കൽ സമർപ്പിക്കയും വേണം. ദൈവമേ നാരായണ, നിൻ പാദാംബുജദ്വന്ദ്വം സർവദാ തോന്നിടുവാനായി അനുഗ്രഹിക്കമേ. സർവഗൻ ചരിത്രങ്ങൾ ഇത്തരം ഗോപാലക സർവബാലകന്മാരോടൊന്നിച്ചു വൃന്ദാവനേ സർവമംഗലപ്രദേ സർവലീലയാ നിന്നു. സർവദാനവകുല നാഥനാമകൻ തന്നെ സർവാത്മാവധിച്ചതും സായുജ്യം കൊടുത്തതും സർവദേവകൾ കൂപ്പി പൂമഴ ചൊരിഞ്ഞതും സർവഗോകുല ഗോപാലർ സർവഗോകുല ഗോപാലാർഭകന്മാരെ ജഗൽ സർവദൃക്കപഹരിച്ചിടിനോരളവതു സർവവും മായാവശാൽ താനുടൻ ചമച്ചതും സർവകാലാത്മാകാലമോരാണ്ടു കഴിച്ചതും സർവലോകേശൻ പിന്നെ ഇങ്ങതു കൊടുത്തതും സർവേശനുടെ മായ കണ്ടു താൻ ഭ്രമിച്ചതും സർവാത്മാവിനെ കൂപ്പി സ്തുതിച്ചു വന്ദിച്ചതും സർവാനുഗ്രഹം ഗ്രഹിച്ചാനന്ദം പ്രാപിച്ചതും സർവപാലകൻ കൃഷ്ണൻ തത്സഖകുലത്തോടും സർവഗോകുലത്തോടും സർവഘോഷങ്ങളോടും സർവമോഹനകരമായി വ്രജമകം പുക്കു സർവലോകാനന്ദം ചേർത്തങ്ങനെ വസിച്ചതും സർവമീ കഥാമൃതമൊക്കവേ സരസമായി സർവമോഹനകരം കേൾക്കയും കേൾപ്പിക്കയും സർവസംഘങ്ങളൊഴിച്ചാത്മനി ചിന്തിക്കയും സർവദാ ചെയ്യുന്നവരേവരും ഇഹലോകേ സർവഭോഗാനുഭവ സൗഖ്യ സൗഭാഗ്യങ്ങളും സർവദാനന്ദം ലഭിച്ച ആയുരവധൗ കർമ്മ സർവമുക്തിയും വന്നു. ഭഗവത്പദാംബുജം സർവമംഗലപ്രദം സാധിക്കും അസന്ദിഗ്ധം സർവമീ വണ്ണം പറഞ്ഞാത്മചേതസി ചേർന്നു സർവദാ ശയിച്ചരുളിടിനാൾ കിളിപ്പെണ്ണും. ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.